പ്രിയപ്പെട്ട മുഹമ്മദ് അസ്ലം ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അസ്ലം പറഞ്ഞ് അറിയാതെ ഒരു വൈകാരികമായ നിമിഷത്തിൽ അറിയാതെ എഴുതിപ്പോയതാണ്. അതേ അപ്പം തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നെ വിളിച്ച് നേരിട്ട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. തെറ്റ് പറ്റാത്തവരായ ആരുമില്ല. തെറ്റ് പറ്റിയ തിരുത്തുക എന്നുള്ളതാണ്. തിരുത്തുന്നത് ഒരു മനുഷ്യനെ കൂടുതൽ നവീകരിക്കുകയാണ്. അസ്ലമിന് അങ്ങനെ ഒരു തെറ്റ് പറ്റി എന്നുള്ളത് അദ്ദേഹം നേരിട്ട് വിളിച്ചു പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കുറെ ആളുകൾ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാത്ത കുറെ ആളുകൾ ഇത് ഫേക്കാണ്, അവരെ ആളെയില്ല, എംഎൽഎക്ക് ഇമേജ് കൂട്ടാൻ വേണ്ടി ചെയ്താണെന്നൊക്കെ നല്ല വല്ലാത്ത രൂപത്തിൽ വളരെ മോശമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പല ആളുകളും. അപ്പോൾ ഡിവൈഎഫ്ഐ എന്ന നിലയ്ക്ക് ഇന്നലെ ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് അസ്ലമിനെ വിളിച്ചു വരുത്തേണ്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല, അങ്ങനെ വരില്ലായിരുന്നു. ഞാൻ അസ്ലമായിട്ട് സംസാരിക്കാൻ എനിക്ക് പരാതിയില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് തിരുത്താൻ നിങ്ങൾ ശ്രമിച്ചു. ആ തിരുത്താൻ ശ്രമിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അസ്ലമിനെ കാര്യം ബോധ്യപ്പെട്ടു എന്നതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ തർക്കത്തിനോ ഇതിലേക്കൊന്നും പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രിയ സുഹൃത്തായി അസ്ലം മാറുക എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വേറെ ഒരു അർത്ഥത്തിലും ഈ വിഷയങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകരുത്.